22/1/2006 തീയതി രാവിലെ 6:30 മണി നാദാപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള അരൂർ എന്ന സ്ഥലത്ത് നാരായണൻ മെമ്മോറിയൽ വായനശാലയുടെ തിണ്ണയിൽ അന്ന് പേപ്പർ വായിക്കാൻ വന്ന ബാലകൃഷ്ണൻ അവിടെ ഒരു ടോർച്ച് ഇരിക്കുന്നത് കണ്ട് ആ ടോർച്ച് എടുത്ത് ഞെക്കി നോക്കി, കത്തിക്കാൻ നോക്കി. അപ്പോൾ അത് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് ബാലകൃഷ്ണൻ്റെ കൈക്കും ദേഹത്തുമൊക്കെ പരിക്ക് പറ്റി. ബാലകൃഷ്ണനെ നാട്ടുകാരായ ചിലർ ചേർന്ന് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. സാധാരണ നാദാപുരത്ത് പൈപ്പ് ബോംബുകളും സ്റ്റീൽ ബോംബുകളും നാടൻ ബോംബുകളും ഒക്കെ കാണുകയും പൊട്ടുകയും ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നാട്ടുകാർക്ക് വലിയ പ്രത്യേകതയുള്ള ഒന്നായിരുന്നില്ല. പൈപ്പ് ബോംബ് പൊട്ടി ആൾക്കാർക്ക് പരിക്ക് പറ്റിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ആൾക്കാർ ബോംബ് പൊട്ടി മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ബോംബാണെന്നറിയാതെ എടുത്തെറിയുകയും കൈകാര്യം ചെയ്തതിൽ പൊട്ടിത്തെറിച്ച് കുട്ടികൾക്ക് പരിക്ക് പറ്റിയ സംഭവമുണ്ട്. പറമ്പിൽ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ കുഴിച്ചിട്ട ബോംബ് പൊട്ടിത്തെറിച്ച് പരുക്ക് പറ്റിയ തൊഴിലാളികളുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കാലത്ത് നാദാപുരത്ത് നിന്ന്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ടോർച്ച് ബോംബ് അവിടെ പൊട്ടുന്നത്. അതെല്ലാവരും ആകാംക്ഷയോടി ഇതെന്തിനാണ് പൊട്ടിച്ചത്, ആരാണ് പൊട്ടിച്ചത് എന്നുള്ളതിൻ്റെ ചർച്ച നടത്തിയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ തന്നെ IED ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്പ്ലോഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു സാങ്കേതിക ജ്ഞാനമുള്ള ഒരു ക്രിമിനലായിരിക്കും ഈ കൃത്യം ചെയ്തത് എന്ന് നാട്ടുകാർക്ക് സംശയമുണ്ട്, പോലീസിന് മൊത്തത്തിൽ സംശയമുണ്ട്. ആ വഴിക്ക് അന്വേഷണം നീങ്ങി. നാട്ടിലുള്ള ഇത്തരം കേസുകളിൽ പെടാൻ സാധ്യതയുള്ള ഒരുപാട് പേരെ ചോദ്യം ചെയ്തു പോലീസ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് രഹസ്യ പോലീസ് അന്വേഷണം നടത്തി. നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ആരായിരിക്കും ഇത് ചെയ്യാൻ സാധ്യതയുള്ളത്? ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഒരുപാട് പേരെ ചോദ്യം ചെയ്തു പോലീസ്, നിരന്തരമായി ചോദ്യം ചെയ്തു. ഈ കേസിൻ്റെ തെളിവിലേക്ക് യാതൊന്നും ലഭിച്ചില്ല. ആൾക്കാരുടെ സംശയം പോകുന്നത് നമ്മൾ കാണണം. ഈ പരിക്ക് പറ്റിയ ബാലകൃഷ്ണനോട് വിരോധമുള്ള ആരോ ആയിരിക്കാം ഈ ബോംബ് അവിടെ കൊണ്ട് വച്ചത് എന്ന് ആൾക്കാർ പറഞ്ഞു ചിലർ. അപ്പം മറ്റു ചിലർ പറഞ്ഞ് ബാലകൃഷ്ണനോട് ആർക്ക് എന്ത് വിരോധമാണ്, അവിടെ പാർട്ടിക്കാരുടെ വായനശാല എന്ന് അറിയുന്നെങ്കിലും എല്ലാ ആൾക്കാരും വരുന്നതല്ലേ, ആർക്ക് വേണേലും പരിക്ക് പറ്റാമല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ വിരോധമാവാൻ സാധ്യതയില്ല. പിന്നെ എന്താണ്, ആരെയാണ് ലക്ഷ്യം വെച്ചത്? ബാലകൃഷ്ണൻ തന്നെയാണോ? നാട്ടിൽ വലിയ ചർച്ചയായി. പോലീസിൻ്റെ ഇടയിലും ഈ പ്രത്യേകതരം ബോംബായതുകൊണ്ട് പോലീസും ആ കേസ് വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടിയാണ് കൈകാര്യം ചെയ്തത്. ഏതാണ്ട് ഈ കേസ് റിപ്പോർട്ട് ചെയ്ത് 1 വർഷവും 7 മാസവും കഴിയുമ്പോഴാണ് ഞാൻ നാദാപുരം CA ആയിട്ട് ചാർജ് എടുക്കുന്നത്. ഈ ചാർജ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അവിടെയുള്ള പെൻഡിങ് കേസുകളെല്ലാം നമ്മൾ പരിശോധിക്കും. പരിശോധിച്ചതിനിടയിൽ അന്ന് കണ്ടമാനം കേസുണ്ട്. കാരണം അവിടെ എല്ലായിടം കുഴപ്പം നടക്കുകയാണല്ലോ, എല്ലാം മൊത്തത്തിൽ കുഴപ്പം അവിടെ.
അപ്പോൾ ഇഷ്ടംപോലെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ കേസ് പെൻഡിങ് സി ഐ എടുത്തും സ്റ്റേഷനിലും എല്ലാം. ഇത്തരം കേസുകൾ ഉണ്ടാവാനുള്ള ഒരു പശ്ചാത്തല സാഹചര്യം നാദാപുരത്തുണ്ട്. രാഷ്ട്രീയ സംഘർഷമാണ്. അത് ലീഗും CPM-ഉം തമ്മിലും CPM-ഉം RSS തമ്മിൽ രാഷ്ട്രീയ വിരോധം വെച്ചുള്ള കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുമാരൻ എന്ന് പറഞ്ഞ ഒരാളെയും ഭാസ്കരൻ മാഷയും കൊന്നതിന് ശേഷം വളയമെന്ന് പറയുന്ന പ്രദേശം പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. സന്ധ്യയായാൽ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായി. എതിർ പാർട്ടിക്കാരെ പേടിയായി എല്ലാവർക്കും, അവനെന്തെങ്കിലും ചെയ്യുമോ. അതുകൊണ്ട് ഒറ്റയ്ക്കാരും നടക്കാത്ത സാഹചര്യം. സന്ധ്യയായാൽ വഴി വിജനമാകും. പിന്നെ പോലീസാണ് അവിടെ ഉള്ളത്, പോലീസിൻ്റെ പെട്രോളിങ്ങും ഒക്കെ. ആ സമയത്ത് നാദാപുരത്തുണ്ടായിരുന്ന പെട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 17-18ഓളം വണ്ടികൾ അന്ന് പെട്രോളിംഗ് നടത്തിയിരുന്നു ഒരു ലിമിറ്റിൽ. അന്ന് വലിയ ലിമിറ്റാണ് നാദാപുരം. ചെക്കിയാട് പഞ്ചായത്തുണ്ട്, വളയം പഞ്ചായത്തുണ്ട്, നാദാപുരം പഞ്ചായത്തുണ്ട്, പുറമേരി പഞ്ചായത്തുണ്ട്, വാണിമേൽ പഞ്ചായത്തുണ്ട്. വലിയ ഏരിയ അത്. ആയഞ്ചേരി പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി, അതും പ്രശ്നങ്ങളുള്ളത് കൊണ്ട് 17ഓളം പോലീസ് ജീപ്പുകൾ. ഈ 17ഓളം ജീപ്പുകളിൽ പോകാനുള്ള ഓഫീസർമാർ ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരെ വരുന്നുണ്ട് അവിടെ പെട്രോളിങ്ങിന് വേണ്ടി. പിന്നെ ആ സമയത്താണ് അന്തർവാജിയുടെ മക്കൾ സമരം, അന്തർവാജിക്കെതിരായിട്ടുള്ള ആദിഭാര്യയിലെ സലീമും സൽമയും അടക്കമുള്ള മക്കൾക്ക് ഭാര്യയ്ക്കും ചെലവിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്തർവാജിക്കെതിരായിട്ട് അന്ന് MLA ആയിരുന്ന കണാരൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം അവിടെ നടക്കുന്നു. അതും നാദാപുരത്തെ അന്നത്തെ അന്തരീക്ഷം പ്രക്ഷുബ്ധമാക്കിയ ഒന്നാണ്. അന്തർവാജിക്ക് PSO ഉണ്ട്, അവരുടെ വീടിനും സ്വത്തിനുമൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട സാഹചര്യം. ഈ ഒരു പ്രത്യേക സാഹചര്യമാണ് അന്ന് അവിടെ നിലനിന്നിരുന്നത്. അപ്പോഴാണ് ഞാൻ ഈ CD ഫയൽ പരിശോധിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു CD ഫയൽ കാണാനിടയായി. ഞാനും മറ്റു പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ബോംബുകൾ കണ്ടിട്ടുണ്ട്, സീസ് ചെയ്തിട്ടുണ്ട്, കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അതായത് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെ കൈപൊട്ടിയ ഒരു വിദ്യാർത്ഥിയെ, ബോംബ് നിർമ്മിക്കുക, +2കാരനാണ്, ബോംബ് കെട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പൊട്ടുന്നു. പൊട്ടിയിട്ട് ഇവൻ്റെ 2 കൈപ്പത്തിയും പോയി. ആ കേസ് അന്വേഷിക്കാൻ ഞാൻ പോയി തലശ്ശേരിയിൽ. സത്യത്തിലൊരു കരച്ചിൽ വന്നൊരു നിമിഷമായിരുന്നത്. അവിടെ ചെന്നപ്പോൾ പ്രതി അവിടെ ഉണ്ട് വീട് ഒരു ഓലമേഞ്ഞ വീട്, ഒറ്റമുറി വീട്. ആ ചെറിയ മുറ്റത്ത് ഒരു കസേരയിൽ 2 കൈയും കെട്ടിപ്പൊതിഞ്ഞ് വെച്ച നിലയിൽ, കൈപ്പത്തിയുടെ ഭാഗം കെട്ടിപ്പൊതിഞ്ഞ് വെച്ച നിലയിൽ ഒരു പയ്യൻ ഇരിക്കുന്നു. അമ്മ വാതിക്കൽ നിന്ന് ഞങ്ങളെ നോക്കുന്ന, ഇവനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് പോയിട്ട് ഒരു പേപ്പർ കഷ്ണം എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് അവർ ആ പേപ്പർ കഷ്ണത്തിലൊന്ന് നോക്കും, ഞങ്ങളുടെ പോലീസുകാരെ മൊത്തം നോക്കും, അവൻ്റെ മുഖത്തൊന്ന് നോക്കും. എന്നിട്ട് അവരുടെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് അവരെനിക്ക് ഈ പേപ്പർ കൊണ്ടുവന്നു. പട്ടാളത്തിലേക്കുള്ള സെലക്ഷൻ കിട്ടിയ മകനാ, 2 കൈപ്പത്തി മറ്റ് മിറ്റത്തിരിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും പോയ കുടുംബത്തിൻ്റെ. അന്ന് ഞങ്ങളെ പ്രതി അറസ്റ്റ് ചെയ്തില്ല. അന്ന് അറസ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഞങ്ങൾക്കില്ല. ഇതുപോലുള്ള കേസുകൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നുമില്ലാത്ത ഒരു താല്പര്യം, ഒരു ജിജ്ഞാസ ഈ ടോർച്ച് ബോംബ് കേസിൽ എനിക്ക് തോന്നി. കാരണം മറ്റൊന്നുമല്ല, IED ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ശാസ്ത്രവിദ്യ. അപ്പം അതുകൊണ്ട് അത് കണ്ടുപിടിക്കണമെന്നുള്ളൊരു വാശി. അതിന് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയും സംശയമുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഫീൽഡിലേക്ക് അയച്ചു, അരൂർ ഭാഗത്തേക്ക് അയച്ചു.
അപ്പോൾ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരാളായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പ്രതി ബുദ്ധിശക്തിയുള്ള ഒരു ക്രിമിനലാണ് എന്ന് ബോധ്യമായി. ഇനി അതാരായിരിക്കും, എന്തിനാണത് ചെയ്തത്, അതിൻ്റെ പിന്നിലെ ഇൻറ്റൻഷൻ എന്താണ്, ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാനും പലതവണ മഫ്റ്റിയിൽ ആ സ്ഥലത്ത് പോയി അന്വേഷണം നടത്തിയിരുന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഈ ഫീൽഡിൽ അയച്ച പോലീസുകാർ ആ പ്രദേശത്തുള്ള ഒട്ടുമുക്ക വീട്ടുകളിലും പോയിട്ടുണ്ട്. അവിടെയുള്ളവർ എന്ത് ചെയ്യുന്നു, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അവരുടെ പരിജ്ഞാനം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിച്ചു. കാരണം ഈ സാങ്കേതിക വിദ്യ ഇതിനകത്ത് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ സൈഡിലേക്ക് പോലീസുകാർ അന്വേഷണം നടത്തി, എല്ലാ വീടുകളിലും കയറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഫീൽഡിൽ അയച്ച ഒരു പോലീസുകാരൻ അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, സാറേ ചെറിയൊരു സംശയമുണ്ട്. ഞാൻ ചെന്നടാ ഇതുവരെ ഇല്ലാത്തൊരു സംശയം. അല്ല സാറേ, ഒരു പയ്യൻ അവിടുന്ന് ഇപ്പോൾ കുറേ നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് പോകുന്നുണ്ട്. അവന് നേരത്തെ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴവന് വല്ലപ്പോഴും മാത്രമേ വീട്ടിൽ വരുന്നുള്ളൂ. ദൂരെ എവിടെയോ ആണെന്നാണ് പറഞ്ഞത്. എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. നിനക്ക് അവനെ സംശയിക്കാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ? അത് കാര്യമുണ്ട് സാർ, അത് കാര്യമുണ്ട്. അങ്ങനെ ഇവൻ്റെ സംശയമാണ്. ഇവൻ എന്നെയും കൂട്ടി ഈ അരൂർ പോയി ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങളൊരു അന്വേഷണം നടത്തി, ആൾക്കാരുടെ മനസ്സറിയാൻ വേണ്ടി. കാരണം നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള കേസൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഒന്നങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊന്നും ആൾക്കാരൊന്നും പറയുകയില്ല. ഇതുമായി ബന്ധപ്പെടാൻ സാധ്യത, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ മൊത്തം അറിയാവുന്ന ഒരു 7-8 പേരെ ഞങ്ങൾ അവിടെ പോയി ഫീൽഡിൽ പോയി ഇരുന്ന് മണിക്കൂറുകൾ എടുത്ത് അവരോട് വർത്തമാനം പറഞ്ഞു. ചോദ്യം ചെയ്യലല്ല, വർത്തമാനം പറഞ്ഞവരോട്. വർത്തമാനം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പോലീസുകാരൻ പറഞ്ഞ സംശയത്തിലേക്കാണ് പോകുന്നത്. കൂട്ടത്തിൽ അതിനടുത്തുള്ളൊരു ചെറുപ്പക്കാരൻ അത്യാവശ്യം റേഡിയോയും ക്ലോക്കും അതുപോലെ തന്നെ ടോർച്ചും ഒക്കെ നന്നാക്കി കൊടുക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവനെക്കുറിച്ച് അങ്ങനെ ഒരു സംശയമൊന്നും നേരത്തെ വന്നിട്ടില്ല. നാട്ടുകാർക്കാർക്കും സംശയമില്ല. എന്നാലും ഈ പോലീസുകാരൻ പറഞ്ഞു, എന്നാലും അവന് ചെറിയ സംശയമുണ്ട് സർ. അവനെ ഒന്ന് ചേർത്ത് ചോദ്യമൊക്കെ ചെയ്ത് വിട്ടതാ. അപ്പോൾ ഇനി അവനെ കിട്ടാനെന്താ മാർഗം? ഞാൻ ചാർജ് എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലീസുകാരൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞ്, സാർ അവൻ്റെ കൂട്ടുകാരനിൽ നിന്നൊരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. ആ വിവരം ഇവൻ ഇവിടെ കർണാടകയിൽ ഇവിടെ മംഗലാപുരത്തോ ആ ഭാഗത്തും കണ്ട് എന്തോ പണിയാണ് ചെയ്യുന്നത്. അവൻ അടുത്ത ആഴ്ച അവൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിനോ മറ്റോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വിവരം തരാമെന്നും ഈ കൂട്ടുകാരൻ ഈ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി 10 മണിക്കൊരു വിവരം കിട്ടുന്നു, ഇവൻ ട്രെയിൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് വെളുപ്പിന് വടകര എത്തും. ഞങ്ങൾ പോലീസ് എല്ലാം റെഡിയായി.
അപ്പം ഞാൻ ചോദിച്ചു, ഇതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവനെ അറിയാവോ, ഈ സംശയിക്കുന്ന ആളെ ഇവനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? പോലീസുകാർക്ക് ആർക്കും വലിയ പരിചയമില്ല. ഞങ്ങൾ അവിടെയുള്ളൊരു നാട്ടുകാരനെ, സംശയം തോന്നാത്തൊരു നാട്ടുകാരനെ കൂട്ടി റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ദൂരം മാറ്റി നിർത്തി. എന്നിട്ട് ഇവനും ട്രെയിൻ ഇറങ്ങുമ്പോൾ വരുമ്പോൾ ഇവനോട് പറയാൻ വേണ്ടി പറഞ്ഞു, ഇന്ന ആൾ വരുന്നുണ്ടോ എന്ന്. അങ്ങനെ നോക്കുമ്പം ഈ നാട്ടുകാരനായ ആൾ എന്നോട് പറഞ്ഞു, സാർ ഇതാ വരുന്ന ആ ഷർട്ട് ഇട്ടവനാണ്, ആ ചെക്ക് ഷർട്ട് ഇട്ടവനാണ് ആൾ, ഇച്ചിരി ഹൈറ്റൊക്കെ ഉള്ള ആൾ, ആ ആളാണ് സംശയമുള്ളത്. അപ്പോൾ ഇവനെ പോലീസുകാർ പിടികൂടി. നേരെ ഞങ്ങൾ നാദാപുരം CI ഓഫീസിലേക്ക് കൊണ്ടുവന്നു. വെളുപ്പിനെ ആ പിടികൂടുമ്പം തന്നെ ഇവൻ എന്നെ എന്തിനാ പിടിക്കുന്നതെന്നുള്ള രൂപത്തിൽ അവിടെ കിടന്ന് ഒച്ചപ്പാടും വെള്ളമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആൾക്കാർ കൂടി. അവരുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവനെ ജീപ്പിനകത്ത് കയറ്റി ആണ് കൊണ്ടുപോകുന്നത്. ജീപ്പിൽ നിന്ന് അവൻ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്ത കാര്യം എന്തിനാണെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു. CI ഓഫീസ് കൊണ്ടുവന്ന്, നിന്നെ എന്തിനാ കൊണ്ടുവന്നതെന്ന് അറിയാമോ നിനക്ക്? എനിക്കങ്ങനെ അറിയാനാ? എനിക്കൊന്നും അറിയത്തില്ല നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നതെന്ന്. നിനക്കറിയത്തില്ലേ? നിനക്കറിയാം എന്തിനാണ് നിന്നെ കൊണ്ടുവന്നുള്ളത്, നിനക്ക് കൃത്യമായിട്ട് അറിയാം. നിൻ്റെ മുഖത്തുനിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു തരണം എന്താന്ന്. എന്താന്ന് ഞങ്ങളെ നീ അങ്ങോട്ട് പറയണോ അതോ നീ പറയുന്നോ? ഇങ്ങനെ കുറേ നേരം ഇവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചു. നമുക്ക് കിട്ടിയ വിവരം പെട്ടെന്ന് അങ്ങോട്ട് അവനോട് പറയാൻ പറ്റുമല്ലോ. നിഷേധിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേസിൻ്റെ അന്വേഷണം അവിടെ തന്നെ അവസാനിക്കും. അവന് കുറേ നേരം, ഏതാണ്ട് ഒരു ഉച്ച സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം ചെയ്യല. ഇവൻ അമ്പിനും ബില്ലിനും അടുക്കത്തുമില്ല, സമ്മതിക്കത്തുമില്ല. പിന്നെ ഞങ്ങൾ ചെറിയൊരു ലീഡിട്ട് കൊടുത്തു. അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ 3-4 പോലീസുകാർ അവൻ്റെ മുഖത്തേക്ക് നോക്കുക. അവൻ്റെ മുഖത്ത് വരുന്ന ഭാവം, മാറുന്ന ഭാവം മനസ്സിലാക്കാൻ വേണ്ടി പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. അപ്പോൾ ഞാനൊരു സാധനം ഇട്ട് കൊടുത്തു. നീ ഒരു ടോർച്ച് നന്നാക്കാൻ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നൊരു വിവരമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴിവൻ്റെ മുഖത്ത് ഒരു മങ്ങൽ, തല കുനിഞ്ഞ്. സാർ, ഞാൻ ആർക്കും ടോർച്ച് വാങ്ങിച്ചിട്ട്, ഞാനങ്ങനെ ടോർച്ച് നന്നാക്കാനൊന്നുമില്ല. ഞാനങ്ങനെ ആർക്കും ടോർച്ച് നന്നാക്കാൻ വാങ്ങിച്ചിട്ട് കൊടുക്കാനുമില്ല. ശരിയല്ല നീ പറയുന്നത്. നീ ഇന്നയാളുടെ ടോർച്ച് നന്നാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല. ആളെ വിളിപ്പിക്കട്ടെ. ഒന്നും വേണ്ടുന്നില്ല. ഇവൻ ഇപ്പോൾ വിളിപ്പിച്ചുകൊണ്ട് വരാം. അവൻ പറയും, ആ ടോർച്ച് എവിടെയാണെന്ന് നീ പറയണം. അത് പറഞ്ഞേ പറ്റൂ. ആളെ ഞാനിപ്പം പോലീസിനെ വിട്ടിട്ട് വിളിപ്പിക്കും. വിളിച്ചിവിടെ അയാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ടോർച്ച് എവിടെയാണെന്നുള്ളത് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന് എടുത്തു തരണം. ഇപ്പോൾ ഇവന് മിണ്ടാട്ടമില്ല. ഇവൻ ഏതാണ്ട് മനസ്സിൽ ഈ കുറ്റം സമ്മതിച്ചതുപോലെയായി. ഇന്നലത്തിന് ഇവന് പോലീസ് പിടിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അരൂര് ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഇത് അന്വേഷിക്കാനായിട്ട് സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെ ഉണ്ട്. കാരണം ഇത് അത്രമാത്രം പത്രങ്ങളിൽ ചർച്ച ചെയ്തൊരു കേസാണല്ലോ. അപ്പോൾ ഇവനെ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്ന് പുറത്ത് ആൾക്കാരിങ്ങനെ നിൽക്കുന്നു. അകത്ത് ഇവൻ ആ സമയത്ത് ഈ കഥ മുഴുവൻ പറയുക. ഈ സംഭവം മുഴുവൻ ഇവൻ പറഞ്ഞു തരിക. ഇവന് ഒരാളെ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ അവിടെ ഈ സംഭവത്തിന് കുറച്ച് മുമ്പ് ഈ CPM-ഉം RSSും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് പ്രതിയായിട്ടുള്ള ഒരാൾ, ഒരു RSSകാരൻ
ഇവൻ്റെ സുഹൃത്തായിരുന്നു. ഇപ്പോൾ അവർ തമ്മിൽ അത്ര ഇഷ്ടത്തിലല്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും വായനശാലയിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മിക്കവാറും സംശയിക്കുന്ന ഈ പറഞ്ഞ സുഹൃത്തിനെയാണ്. അവിടെ എന്ത് CPM-ഉമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും, പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് CPM-കാർ സംശയിക്കുന്നത് പ്രതി ഒരാളുണ്ട്. അപ്പോൾ ഇതും അത് ഇവൻ്റെ സുഹൃത്തുമാണ്. ഇപ്പോൾ സുഹൃത്ത് പിണങ്ങിയ സുഹൃത്താണ്. അപ്പോൾ അവനെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ടോർച്ച് ബോംബ് ഉണ്ടാക്കിയത് എന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. അങ്ങനെ പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവനെ കോടതി റിമാൻഡ് ചെയ്തു. ഈ കേസിനകത്ത് പ്രത്യേകത, ഒരു ചെറിയ വിരോധത്തിനാണ് വേറൊരു മനുഷ്യനെ കൊടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു IED ബോംബ് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യുകയാണ് ഒരു മനുഷ്യൻ. ഇപ്പം ശത്രുതയുടെ ആഴം, ബുദ്ധിയുള്ള ശത്രുവിൻ്റെ പ്രത്യേകത നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അവർ വന്നു. അപ്പം ഞങ്ങൾ അവിടെയുണ്ട്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ഇത് ഇത്ര വലിയൊരു ക്രൈമല്ലേ നടന്നത്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ സാർ ശ്രമിക്കുന്നുണ്ട് സാർ, ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾ മാക്സിമം കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളാം എന്ന് അദ്ദേഹത്തിന് ഒരു വാക്ക് കൊടുത്തു. പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് ഈ കുറ്റകൃത്യത്തിൽപ്പെട്ട അതുവരെ നടത്തിയ അന്വേഷണത്തിൽ ആരാണെന്നുള്ള ഒരു തെളിവുമില്ല.